നമസ്കാരം. പ്രകൃതി കൃഷി അഥവാ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ പ്രചാരത്തിനായി കൃഷിവിജ്ഞാന കേന്ദ്രങ്ങളിലൂടെ ICAR നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഔട്ട്സ്കെയിലിംഗ് ഓഫ് നാച്ചുറൽ ഫാമിംഗ് ആക്ടിവിറ്റീസ്. ഈ പദ്ധതി പ്രകാരം പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രം പ്രകൃതി കൃഷിയിൽ പരിശീലന പരിപാടികളും അവബോധ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി കൃഷിയുടെ രീതികൾ കർഷകർക്ക് കണ്ട് മനസ്സിലാക്കുന്നതിനായി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ തന്നെ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കർഷകരുടെ കൃഷിയിടത്തിലും ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി കൃഷി എന്നാൽ രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യമുള്ള വിളകളെ ഉൽപ്പാദിപ്പിച്ച് പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അതായത് പ്രകൃതി കൃഷി എന്നാൽ പ്രകൃതിയോടൊപ്പമുള്ളതും എന്നാൽ രാസവസ്തുക്കൾ ഇല്ലാത്തതുമാണ്. 1940കളിൽ മസനോബു ഫുക്കുവോക്കയുടെ നേതൃത്വത്തിൽ വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന ആശയത്തിലൂടെയാണ് പ്രകൃതി കൃഷി പ്രചാരത്തിലാകുന്നത്. അതിലൂടെ വിളകളെയും മരങ്ങളെയും നാടൻ കന്നുകാലികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ജൈവ വൈവിധ്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. പ്രകൃതി കൃഷിയുടെ 4 ചക്രങ്ങൾ എന്നറിയപ്പെടുന്നത് വളക്കൂട്ടുകൾ, ജൈവ കുമിൾ കീടനാശിനികൾ, പുതയിടൽ, വാഫസ എന്നിവയാണ്. ചിലവില്ലാ കൃഷിയിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ചെടികൾക്ക് ആവശ്യമായ വളക്കൂട്ടങ്ങളും അതുപോലെ തന്നെ അവയെ സംരക്ഷിക്കാനുള്ള ജൈവ കീടനാശിനികളും പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചിലവ് കുറഞ്ഞ കൃഷിയിൽ ഉള്ള 2 തത്വങ്ങളാണ് ജീവാമൃതവും ബീജാമൃതവും. ബീജാമൃതം എന്നത് വിത്ത് പരിപാലനത്തിനാണ് ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള IAA, GA3 എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ചെടികൾ ആരോഗ്യമായി വളരുവാനും ബീജാമൃതം സഹായകരമാണ്. ജീവാമൃതം എന്നത് ഒരു വളക്കൂട്ടാണ്. ഇത് മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. ജീവാമൃതം ഉപയോഗിക്കുന്നത് വഴി മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥയിലുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുകയും ചെടികൾക്ക് വലിച്ചെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജീവാമൃതം സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾ ആരോഗ്യമായി വളരുവാൻ സഹായിക്കും. പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാവുന്ന 3 ജൈവ കീടനാശിനികളാണ് നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, അഗ്നിയസ്ത്ര. നീമാസ്ത്ര എന്നത് ആര്യവേപ്പില കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ചെടികളെ ആക്രമിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയാണ് തുരത്തുന്നത്. ഇത് അതിനെ നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ശല്യം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ബ്രഹ്മാസ്ത്രയും അതുപോലെ തന്നെ അഗ്നിയസ്ത്രയും നമുക്ക് ചെടികളെ ബാധിക്കുന്ന തണ്ടുതുരപ്പൻ, ഇല ചുരുട്ടിപ്പുഴു, അതുപോലെ തന്നെ കായ്തുരപ്പൻ എന്നീ പ്രാണികളെ അകറ്റുവാൻ സഹായിക്കുന്നു. ചെലവില്ല പ്രകൃതി കൃഷി തത്വമാണ് ആച്ഛാദന അഥവാ മണ്ണിന് പുതയിടൽ. മണ്ണിന് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും മഴവെള്ളം പിടിച്ചു വയ്ക്കുന്നതിനും അങ്ങനെ മണ്ണിൻ്റെ സൂക്ഷ്മജീവികൾക്ക് വളരുന്നതിന് ആവശ്യമായുള്ള സാഹചര്യം ഒരുക്കുന്നതിനും എല്ലാം വേണ്ടിയാണ് മണ്ണിന് പുതയിടൽ ഒരു പ്രധാന തത്വമായി ചെലവില്ലാ പ്രകൃതി കൃഷിയിൽ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് ഇളക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതിനും ആഴത്തിലുള്ള മണ്ണിളക്കൽ ഒഴിവാക്കുന്നതിനും ചെലവില്ലാ പ്രകൃതി കൃഷി നിർദ്ദേശിക്കുന്നു. ചെലവില്ലാ പ്രകൃതി കൃഷിയിൽ കുമിൾനാശിനികളായി ഉപയോഗിക്കുന്നത് പുളിപ്പിച്ച മോരും അതുപോലെ ശുണ്ഠി അസ്ത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മിശ്രിതവുമാണ്. സസ്യങ്ങളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് മണ്ണിലെ വായുസഞ്ചാരം അതുപോലെ മണ്ണിലെ മൈക്രോ ക്ലൈമറ്റ് അതായത് സൂക്ഷ്മമായ അവസ്ഥകൾ ഇത് വളരെ പ്രധാനമാണ്. മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവില്ലാ പ്രകൃതി കൃഷിയിലെ മറ്റൊരു തത്വമാണ് വാഫസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനായി മണ്ണിലെ ഹ്യൂമസ് അഥവാ ജൈവാവശിഷ്ടങ്ങളുടെ വിഘടനം വഴി രൂപപ്പെടുന്ന അന്തിമ അവസ്ഥ അത് മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുടെയും മണ്ണിൽ ജീവിക്കുന്ന മണ്ണിര പോലുള്ള മറ്റ് ജീവജാലങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി മണ്ണിലെ സുഷിരങ്ങൾ മെച്ചപ്പെടുകയും അതിലൂടെ വായുസഞ്ചാരം മെച്ചപ്പെടുകയും അതിൻ്റെ ഫലമായി
സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ ക്ലൈമറ്റ്, മൈക്രോ ക്ലൈമറ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജലസേചനത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. ജലസേചനം നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ ജലസേചനം നൽകുന്നതിന് പകരം ഉച്ച സമയത്ത് സസ്യങ്ങളുടെ നിഴൽ ഏത് ഭാഗത്ത് വീഴുന്നു അതിന് ആ ചുറ്റളവിന് പുറത്ത് ജലസേചനം നൽകണമെന്നാണ് ചെലവില്ലാ പ്രകൃതി കൃഷി നിർദ്ദേശിക്കുന്നത്.